കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി 84 സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, ഗുരുകിൽ പക്ഷി ഒരു സങ്കേതവും ഭീമൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോണിലേക്കുള്ള രാജവീതികളുണ്ട്. വക്കാ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. യാക്കോവിൻ്റെ ദൈവമേ, ചെവികൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തനെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടരുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥ ഹൃദയത്തോട് വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ നിങ്ങളെല്ലാം കർത്താവ് ശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധമായ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്ന ദൈവം. വക്കാ താഴ്വരയിലൂടെ കടന്ന് നമ്മൾ പോയാലും നീരുറവകളെ നമ്മുടെ ഓരോ ശരത്കാല വൃഷ്ടിയാക്കി മാറ്റുന്ന നീരുറവകൾ, അങ്ങനെ നല്ല നീരുറവകളുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. അങ്ങനെ നമ്മളെ ഒരുപാട് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ഈ വചനം നിങ്ങളെല്ലാവരും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. വചനത്തോടൊപ്പം ജീവിക്കണം. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദിയോട് സ്തോത്രം ചെയ്യണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും ദൈവമക്കളായി തന്നെ നിലനിൽക്കുവാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളുടെ ഉറവിടമായി സ്വർഗീയ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ.